ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ. ഓം സീതാരാമായ നമഃ. എല്ലാവർക്കും നമസ്കാരം. രാമായണം കഥകൾ ഭാഗം 8. ഭാഗം 7 നമ്മൾ കണ്ടത് കുമാരന്മാരുടെ വിവാഹം ആയിരുന്നു. വിവാഹം കഴിഞ്ഞ് കുമാരന്മാരെല്ലാം ഭാര്യാസമേതരായി സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടി. ഈ സമയത്താണ് ഫ്ലാഷ് ബാക്കായിട്ട് സീതാ വൃത്താന്തം വരുന്നത്. അതായത് ജനക മഹാരാജാവ് പുത്രി സീതയെക്കുറിച്ച് പണ്ട് നാരദർ പറഞ്ഞ ഒരു കഥ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിങ്ങനെ ഓർമ്മിക്കുകയാണ്. അതാണ് ഇപ്പം വരുന്നത് സീതാ വൃത്താന്തം. പണ്ട് യാഗഭൂമി ശുദ്ധീകരിക്കുന്നതിനായി ഉഴുതുമറിച്ചപ്പോൾ ഉഴവുചാലിൽ നിന്നും കണ്ടുകിട്ടിയ ഒരു കന്യകാരത്നമാണ് സീത. സിത എന്ന് വെച്ചാൽ ഉഴവുചാൽ. സീതയിൽ നിന്ന് കിട്ടിയ ദിവ്യ കന്യക എന്ന അർത്ഥത്തിൽ സീത എന്ന് നാമകരണം ചെയ്തു. ഞാൻ പുത്രിയായി അവളെ വളർത്തുന്ന ഒരു ദിവസം, കഥ പറയാണ് ജനക മഹാരാജാവ്. അതായത് ജനക മഹാരാജാവ് സീതയെ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ദിവസം നാരദർ കൊട്ടാരത്തിലേക്ക് വന്നു. അന്ന് നാരദർ പറഞ്ഞതാണ്, സാക്ഷാൽ ശ്രീനാരായണൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്രനും ബ്രഹ്മാവും രുദ്രനും മറ്റുള്ളവരും ആവശ്യപ്പെടുകയാൽ രാമൻ എന്ന പേരിൽ മനുഷ്യനായി അവതരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഗേശ്വരൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ യോഗമായാദേവിയും മനുഷ്യവേഷത്തിൽ അവതരിക്കുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകാരണമാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ജനക മഹാരാജാവിന് കണ്ടുകിട്ടിയത്. ആയതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ ഈ കന്യകയെ രാമന് കൊടുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് നാരദർ പോയി. അപ്പോൾ സീത ആ കുട്ടിയെ കിട്ടിയത് ഉഴവുചാലെന്നാണ്. അപ്പോൾ ഒരറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് നാരദർ വന്ന് ജനക മഹാരാജാവിന് പറയാണ്, രാജാവിനോട് ഈ കുട്ടീനെ ഇങ്ങനെ ദശരഥപുത്രന് തന്നെ കൊടുക്കണം. ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മായാദേവി തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാവുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഭക്തിയോടുകൂടിയാണ് ജനക മഹാരാജാവ് സീതയെ വളർത്തി വന്നത്. കുട്ടി വളർന്നു വലുതായി. ഇനി എങ്ങനെ സീതയെ രാമന് കൊടുക്കും എന്നാലോചിച്ച് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രാജാവിന് തോന്നിപ്പിച്ചു, മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന ആൾക്ക് സീതയെ കൊടുക്കാം. ഇത് മനസ്സിൽ തോന്നിയ കാരണം രാജാക്കന്മാരെ എല്ലാവരെയും വരുത്തി. എന്നാൽ പൃഥ്വിപാലന്മാർക്കാർക്കും അത് സാധിച്ചില്ല. വന്നവർ ബുദ്ധിയും ശക്തിയും കെട്ട് മടങ്ങിപ്പോയി. അക്കാര്യമാണ് ഇപ്പോൾ ശ്രീരാമൻ സാധിപ്പിച്ചെടുത്തത് എന്ന് ജനക മഹാരാജാവ് ഓർത്തു. മാത്രവുമല്ല, സീതയെ രാമന് കൊടുക്കുക വഴി തൻ്റെ ജന്മം സഫലമായി വന്നു എന്ന കാര്യം കൂടി സന്തോഷത്തോടുകൂടി ഓർത്തു. ശക്തിയാം ദേവിയോട് യുക്തനായി ശ്രീരാമനെ കാണുക മൂലം ഭക്തവത്സല ജന്മം സഫലമായി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭഗവാനെ സ്തുതിക്കുന്നു. ശ്രീരാമൻ്റെ, അതായത് ഭഗവാന്റെ
കഴിവുകൊണ്ട് ഈ ജഗത്തൊക്കെ സൃഷ്ടിക്കപ്പെടുന്നു. സർപ്പഭൂഷൻ ഈ ജഗത്തൊക്കെ സംഹരിക്കുന്നു. അങ്ങയുടെ പാദാംബുജ ഗളിതാംബുധാരണം കൊണ്ട് ശ്രേഷ്ഠനായ മഹാബലിക്ക് ഇന്ദ്രപദം ലഭിച്ചു. അങ്ങയുടെ പാദാംബുജ രജസ്പർശം കൊണ്ട് അഹല്യ മുക്തി നേടി. അങ്ങയുടെ നാമകീർത്തനം കൊണ്ട് എല്ലാവരും സംസാരബന്ധമകന്ന് മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇങ്ങനെ ഓരോന്നും ചൊല്ലി സ്തുതിച്ച് ജനകമഹാരാജാവിന്റെ സന്തോഷം അറിയിച്ചു. ജനകമഹാരാജാവ് സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുത്ത ആ ഒരു സമ്മാനം എന്നുള്ള നിലയ്ക്ക് 600 ആനകളെയും 10,000 തേര്, ദാസികൾ, ദിവ്യവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവയൊക്കെ സീതാദേവിക്ക് കൊടുത്തു. അന്നേരം സന്തോഷത്തോടെ രാമൻ ശ്രേഷ്ഠരായ മുനിമാരെ ഭക്തിപൂർവം പൂജിച്ചു വണങ്ങി. മാത്രമല്ല മന്ത്രികളെയും സമ്മാനിച്ചു. അങ്ങനെ സന്തോഷചിത്തരായ ദശരഥ മഹാരാജാവെ രാജ്ഞിമാരോടും മക്കളോടും അവരുടെ ഭാര്യമാരോടും കൂടി അയോധ്യയിലേക്ക് പുറപ്പെടാൻ തുടങ്ങി. ദുഃഖമകന്ന് ജനകമഹാരാജാവ് നിർമ്മലഗാത്രിയായ തൻ്റെ മകൾ സീതയ്ക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു. രാഘവൻ ധർമ്മധാരങ്ങളോടെ മൃദംഗ, ആനക, ഭേരി, മൃദുനാദങ്ങളായ വീണ, കുഴൽ, ശൃംഗകാഹളം, മദ്ദളം, ഇടയ്ക്ക എന്നിവയും ശൃംഗാരരസത്തോടെയുള്ള വേഷങ്ങളോടും കൗശിക, വസിഷ്ഠാദി താപസന്മാരോടും മാതാക്കളോടും സഹോദരന്മാരോടും ഭൃത്യന്മാരോടും അമാത്യന്മാരോടും കൂടി ഒരു വലിയ സംഘത്തോടെ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. യാത്രയാക്കാൻ ജനകമഹാരാജാവും പിന്നാലെ വന്നിരുന്നു. വെൺകൊറ്റക്കുട, വെൺചാമരങ്ങൾ, ആലവട്ടങ്ങൾ, ചെങ്കൊടിക്കൂറകൾ എന്നിവ കൊണ്ട് അങ്കിതമായ വെൺകൊറ്റക്കുട, വെൺചാമരങ്ങൾ, ആലവട്ടങ്ങൾ, ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിതമായ ധ്വജങ്ങളും കുങ്കുമത്തിൻ്റെയും കസ്തൂരിയുടെയും ഗന്ധങ്ങൾ കൊണ്ട് അവർ അങ്ങനെ സഞ്ചരിച്ചു. അവർ വരുന്ന വഴിയെല്ലാം കസ്തൂരി ഗന്ധം, കുങ്കുമത്തിൻ്റെ ഗന്ധം. കാര്യം വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി എല്ലാവരോടും ഒപ്പം വരികയല്ലേ. അപ്പോൾ നല്ല ലേപനങ്ങളൊക്കെ പുരട്ടി നല്ല സുഗന്ധത്തോടു കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത്. 3 യോജന കടന്നപ്പോൾ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠമുനിയെ വന്ദിച്ചു ചോദിച്ചു, എന്താണ് ഈ ദുർനിമിത്തങ്ങൾക്കു കാരണം? രാജാവേ, പേടിക്കേണ്ട, കുറച്ച് ഭീതിയുണ്ടാകും. ഇപ്പോൾ പിന്നെ ഭയമെല്ലാം അകന്ന് ഖേദം വിട്ട് കീർത്തിയും വർദ്ധിക്കും. അപ്പോഴതാ കാണുന്നു നീലനീരത നിർമ്മല വർണ്ണത്തോടെ വലിയൊരു നീലനീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലാസമൻ ക്രുധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദസാധ്വനം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. താടിയും ജടയും ഒക്കെ ആയിട്ട് നിന്നിരുന്നത് പരശുരാമനായിരുന്നു. പരശു മഴു കയ്യിലേന്തി ഇവരുടെ വഴിമധ്യേ നിന്നിരുന്നത് പരശുരാമനായിരുന്നു. വഴിമധ്യേ തടഞ്ഞു നിന്നപ്പോൾ ദശരഥ മഹാരാജാവ് വീണ് അപേക്ഷിക്കുകയാണ്, കേണ് അപേക്ഷിക്കുകയാണ്. ദുഃഖിതനായ ദശരഥൻ ഭാർഗവരാമൻ്റെ അടുത്തുപോയി വന്ദിച്ച് ഭക്തിയോടെ ഒരുപാട് കീർത്തിച്ചു. കർത്തവീരരെ പരിത്രാഹി മാം തപോനിധേ മാർത്തണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നി പുത്രമാം പരിത്രാഹി രേണുകാത്മജ വിഭോ
പരശൂപാണേ പരിപാലയാ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയാ നിത്യം. കാർത്തവീരാർജുനൻ്റെ ശത്രുവായ തപോനിധേ, അങ്ങെന്നെ രക്ഷിച്ചാലും ഈ മാർത്താണ്ഡകുലത്തെ രക്ഷിക്കണേ. ക്ഷത്രിയാന്തകനായ അങ്ങേ ജമദഗ്നിപുത്ര എന്നെ രക്ഷിച്ചാലും. രേണുകാത്മജ പരമേശ്വരപ്രിയ, കയ്യിൽ പരശുവേന്തിയിരിക്കുന്ന പരമേശ്വരപ്രിയനായ അങ്ങേ എൻ്റെ കുലത്തെ നിത്യവും പാലിക്കണം. പാർത്ഥിവന്മാരുടെ ഒക്കെ വധം കഴിഞ്ഞ് പിതൃതർപ്പണം നടത്തിയിട്ടുള്ള നാഥ, അങ്ങയുടെ കാൽത്തളിൽ അടികളെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണേ തപോനിധേ. ഇങ്ങനെ പലതും ദശരഥൻ പറഞ്ഞതിനെ ഒന്നും മാനിക്കാതെ വളർന്ന് പെരുകിയ രോഷത്തോടെ തീ പാറുന്ന കണ്ണും മുഖവുമായി ശ്രീരാമനോട് ആ വന്ന മഹാബാഹു ഇങ്ങനെ പറഞ്ഞു: ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കിൽ മന്നവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ? നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നിൽക്കവിടെ, നീ വലിയ വില്ലാളി വീരനാണല്ലോ, എന്നോട് യുദ്ധം ചെയ്യൂ. നീ വലിയ ശൈവചാപം ഗണ്ണിച്ച ആളല്ലേ? എൻ്റെ കയ്യിലും ഉണ്ട് ഒരു ചാപം, പക്ഷേ അത് വൈഷ്ണവമാണെന്ന് മാത്രം. നീ ക്ഷത്രിയ കുലത്തിൽ പിറന്നവനാണെങ്കിൽ ഇതുകൊണ്ട് യുദ്ധം ചെയ്യേ, അല്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളെയെല്ലാം കൂട്ടത്തോടെ ഞാൻ കൊന്നൊടുക്കും. മാത്രമല്ല ക്ഷത്രിയ കുലത്തിൻ്റെ അന്തകനാണെന്ന് മുൻപേ അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ശത്രുത്വം മുൻപ് മുതലേ ഉണ്ട്. ഇതെല്ലാം കേട്ട് ഭൂമി തന്നെ ഒന്ന് ഞടുങ്ങി, പർവ്വതങ്ങൾ ഇളകി, സിന്ധുവാരിധി കലങ്ങിമറിഞ്ഞു. ദേവകളെല്ലാം എന്താണ് സംഭവിക്കുന്നതെന്നോർത്തു. താപസപ്രവരന്മാർ ചിന്തയിൽ മുഴുകി. ഇനി എന്തു ചെയ്യും? അന്തരീക്ഷമാകെ കലങ്ങിമറിഞ്ഞു. ഈ സമയം ശാന്തത കൈവെടിയാതെ ശ്രീരാമൻ പരശുരാമനോട് പറഞ്ഞു: അല്ലയോ മഹാനുഭാവ, ഞങ്ങൾ ഈ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ അവർക്ക് എന്തൊരാശ്രയമാണുള്ളത്? ഞങ്ങൾ കുലധർമ്മം എങ്ങനെ പാലിക്കും? മാത്രമല്ല, ഞാൻ ക്ഷത്രിയ കുലത്തിൽ പിറന്നു എന്നത് ശരി, പക്ഷേ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യം എനിക്കില്ലല്ലോ. എനിക്ക് ശത്രുവെന്നോ മിത്രമെന്നോ ഉദാസീനനെന്നോ മറ്റ് ഭാവഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ശത്രുക്കളെ നശിപ്പിക്കാനൊട്ടു ശക്തിയും ഇല്ല എനിക്ക്. അങ്ങയുടെ വാക്കുകേട്ടാൽ അന്തകാന്തകന് പോലും ലംഘിക്കാൻ സാധിക്കില്ല. ആയതിനാൽ ആ വില്ല് ഇങ്ങ് തന്നേക്കൂ. എനിക്കു സാധിക്കുകയാണെങ്കിൽ ഞാൻ കുലയ്ക്കാം, അല്ലെങ്കിലോ തിരുവുള്ളക്കേടുണ്ടാകരുത്. കന്ദർപ്പ കളേബരൻ, അതായത് മാരൻ അഥവാ കാമദേവനാണ് ഏറ്റവും സുന്ദരൻ. അതുപോലെ സൗന്ദര്യമുള്ള ശരീരത്തോടു കൂടിയവനായ ഇന്ദിരാപതിയായ രാമൻ, സകല ദേവന്മാരാലും മുനിവൃന്ദങ്ങളാലും പൂജിക്കപ്പെടുന്ന ആ ദേവൻ മന്ദഹാസത്തോടെ മന്ദമായി വന്നിച്ച് ആ ദശരഥനന്ദനൻ വില്ല് കയ്യിൽ വാങ്ങി. അന്നേരം ഈരേഴു ലോകങ്ങളും ആ തേജസ് നിറഞ്ഞു നിന്നു. ഒരു ബാണമെടുത്തു തൊടുത്തു വലിച്ചു നിന്ന് ഭാർഗവരാമനോട് ചോദിച്ചു: ലക്ഷ്യം കാട്ടിത്തരൂ. ഇതിനു മറുപടിയായി ഭാർഗവരാമൻ സന്തോഷത്തോടെ രാമനെ സ്തുതിക്കുകയാണുണ്ടായത്. സ്തുതി
ലോകാഭിരാമനും ജാനകീപതിയും ആയ അല്ലയോ ശ്രീരാമ, വിഷ്ണു, രമാപതേ, പുരുഷോത്തമ, ദയാനിധേ, സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ, കൗസല്യാത്മജ, ഹരേ എന്നിങ്ങനെ അനേകം പുണ്യനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സ്തുതിച്ചു. എന്നിട്ട് പറയുന്നു, ഒരു പുരാവൃത്തം കേട്ടാലും എൻ്റെ കാരുണ്യവാരിതേ, പങ്കജലോചന. ബാല്യകാലത്ത് ചക്രതീർത്ഥത്തിലെത്തി ചക്രപാണിയെ ഞാൻ അനേകകാലം തപസ്സു ചെയ്തു. പരശുരാമൻ ശ്രീരാമനോട് പറയാണ് കേട്ടോ. ഉഗ്ര തപസ്സു കാരണം ഇന്ദ്രിയങ്ങളെല്ലാം അനുദിനം നിഗ്രഹിച്ച് ഭഗവാനെ തന്നെ സേവിച്ച് ചിരകാലം കഴിഞ്ഞു. അവസാനം മാധവൻ പ്രത്യക്ഷപ്പെട്ടു വന്ന് ചോദിച്ചു, എൻ്റെ തേജോയുക്തനാണ് നീ, എണീൽക്കൂ. നീ നനച്ചതെന്തോ അത് നിനക്ക് ലഭിക്കും. കർത്തവ്യം നിനക്ക് പലതുണ്ട്. നിന്റെ പിതൃഹന്താവായ കേകയനെ കൊല്ലണം. കാർത്തവീര അർജുനനെ കൊല്ലണം. ക്ഷത്രിയ വംശപരമ്പരയിൽ 21 പരിവൃത്തി നിഗ്രഹിച്ച് കശ്യപന് ദാനം ചെയ്യുക. അങ്ങനെ പൃഥ്വിമണ്ഡലം പിന്നെ ശാന്തി കൈവരിക്കും. പിന്നെ ത്രേതായുഗത്തിൽ ദശരഥപുത്രനായി ഞാൻ അവതരിക്കും. അന്ന് നമുക്ക് തമ്മിൽ കാണാം. പിന്നെ പ്രളയാന്തം വരെ എന്നെ തപസ് ചെയ്ത് സേവിക്കുക മഹാമുനെ എന്ന് പറഞ്ഞ് മറഞ്ഞു. ഇതാണ് പരശുരാമൻ ഒരു കഥ ദശരഥപുത്രനോട് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് തപസ് ചെയ്തിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ നിയോഗങ്ങളെല്ലാം ഞാൻ ചെയ്തു. നിന്തിരുവടി തന്നെ ഇവിടെ വന്ന് അവതരിച്ചു. പങ്ക്തിസ്യന്തന സുതനല്ലോ നീ ജഗൽപദേ. എന്നിലുള്ള വൈഷ്ണവ തേജസ്സെല്ലാം നിന്നിലേക്ക് ആവാഹിക്കുവാനാണ് ഞാൻ ഈ ശരാസനം തന്നത്. ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുള്ള ധർമ്മങ്ങൾ മായാബലം കൊണ്ട് സാധിപ്പിച്ചാലും ജഗന്മയനായ സർവത്തിനും ജഗത് സാക്ഷിയായ വിഷ്ണു ഭഗവാനായ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് അങ്ങ്. മുൻപേ ഞാൻ ചെയ്തിട്ടുള്ള തപസ്സെല്ലാം ഇപ്പോൾ സഫലീകൃതമായിരിക്കുന്നു. അങ്ങേ കണ്ടതേ ജന്മസാഫല്യം. ബ്രഹ്മമുഖ്യന്മാർക്ക് പോലും കാണാൻ സാധിക്കാത്ത ആ നിർമ്മലമായ രൂപം എനിക്കിപ്പോൾ കാണാൻ സാധിച്ചു. ഞാൻ ധന്യനായി, കൃതാർത്ഥനായി, സ്വസ്ഥനായി. അങ്ങയുടെ രൂപം എപ്പോഴും എന്നുള്ളിൽ വസിക്കണം. അജ്ഞാനത്തെ ഉദ്ഭവിപ്പിക്കുന്ന ജന്മാദി ഷഡ്ഭാവങ്ങൾ നിന്നിൽ ഇല്ലല്ലോ. നിർവികാരാത്മാവും നിർവാണപ്രദനുമല്ലേ പരിപൂർണനായ അങ്ങ്. അഗ്നിയിൽ ധൂമം പോലെ, വാരിയിലെ നുര പോലെ അങ്ങയുടെ വൈഭവം ചിത്രം. അത്രയും മഹത്തരമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതാണ് ഈ പറച്ചിലൂടെ. അങ്ങയുടെ കാരുണ്യത്താൽ സദ്ഗുരുവിങ്കൽ നിന്ന് വാക്യജ്ഞാനം ഉൾക്കാമ്പിൽ ഉദിച്ചിടും. അങ്ങനെ കർമ്മബന്ധത്തിൽ നിന്ന് വേർപെട്ട് ചിന്മയ പദത്തിങ്കൽ ലയിച്ചിടും. എങ്കിലോ എൻ്റെ ഭക്തിവിഹീനന്മാർക്കോ അനേക കോടി ജന്മങ്ങൾ കൊണ്ടും മുക്തി സിദ്ധിക്കില്ല. വിജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ആ ജ്ഞാനം മോക്ഷസുഖമാണ്. അങ്ങയുടെ ചരണാംബുജങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. സ്വർഗതിയായിട്ട് എന്നാൽ സഞ്ചിതമായ
പുണ്യമൊക്കെ തന്നെ നിന്റെ ബാണത്തിന് ലക്ഷ്യമായിടണം. ഇതൊക്കെ പറയുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ എവിടേക്കാണ് അമ്പെയ്യേണ്ടത് ആ ലക്ഷ്യം കാണിക്കാൻ ചോദിച്ചപ്പോഴാണ് ഭൃഗുരാമൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. സഞ്ചിതമായ പുണ്യം ഒക്കെ തന്നെ ബാണത്തിന് ലക്ഷ്യമായിടണം എന്നാണ് പറയുന്നത്. ഇത് കേട്ട് ശ്രീരാമൻ പറയുന്നു, സന്തോഷത്തോടു കൂടി അങ്ങയുടെ ഉള്ളിൽ എന്തൊക്കെയാണോ എനിക്ക് തരണമെന്ന് വിചാരിക്കുന്നത് അവയെല്ലാം എനിക്ക് തന്നാലും. സന്തോഷം കൊണ്ട് ജമദഗ്നി മഹർഷിയുടെ പുത്രനായ ഭാർഗവരാമൻ ഇങ്ങനെ ദശരഥപുത്രനോട് പറഞ്ഞു, അങ്ങയുടെ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും സദാകാലം ഭക്തി സംഭരിക്കുന്നു. ഈ സ്തോത്രം ജപിക്കുന്നവർ, അതായത് ഇങ്ങനെ പരശുരാമൻ്റെ ആ സ്തുതിയുണ്ട്, ആ സ്തോത്രം ജപിക്കുന്നവർ ഭക്തനായി തത്വജ്ഞൻ ആയിടണം. പ്രത്യേകിച്ചും മരണം വന്നടുക്കുമ്പോൾ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ മനസ്സിൽ ഓർമ്മയ്ക്കായി വരേണം, അതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്ന് ഭഗവാൻ അരുളി ചെയ്തു. രാഘവൻ നിയോഗത്താൽ ഉൾത്തൂർന്ന ഭക്തിയോടെ കുമ്പിട്ടു കൂപ്പിക്കൊണ്ട് സന്തോഷപൂർവം മഹേന്ദ്രാചലം പൂകി. ദശരഥ മഹാരാജാവ് അതീവ സന്തുഷ്ടനായി ശ്രീരാമനെ ഗാഠമായി ആശ്ലേഷിച്ചു. പുത്രന്മാരോടും പടയോടും അയോധ്യയിൽ ചെന്ന് സ്വസ്ഥമായി കീർത്തിയോടെ വാണു. എല്ലാവർക്കും ആനന്ദം നൽകുമാറ് പരമാനന്ദമൂർത്തിയായ ശ്രീ നാരായണൻ മനുഷ്യാകൃതി പൂണ്ട് തന്നെ മായാദേവിയായ സീതയോടും കൂടി അയോധ്യയിൽ സുഖമായി വസിച്ചു. ബാലകാണ്ഡം സമാപ്തം. ജയ് ശ്രീറാം.